ഇന്നേ രണ്ടാമത്തെ ദിവസം കേട്ടോ ചിത്തിര, മൂന്നാമത്തെ ദിവസം ചിത്തിരയാ. അപ്പൊ എല്ലാ വർഷവും അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്തപ്പോ ഞാൻ ഓർമ്മ കേട്ടോ, ഈ പ്രാവശ്യം നോക്കി അത്തം 10-ന് വന്നോണമെന്നല്ല, അത്തം 11 വരുന്നത്. അപ്പൊ സാധാരണ നമ്മള് എല്ലാ പ്രാവശ്യവും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് ഉത്രാടത്തിൻ്റെ ഓടിച്ചെന്ന് എടുക്കും അല്ലേ. ഇന്ന് നേരത്തെ പോയതല്ലേ. അതെന്നാന്നറിയോ, ഓണക്കോടി വാങ്ങിച്ചു തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചെങ്കിലും ഞങ്ങൾ സമ്മതിക്കുവല്ല. അതുകൊണ്ട് ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല, എന്നാ പോയി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. കട്ടപ്പനയ്ക്ക് പോവാ, പോയിട്ട് വരാന്ന്. പോകുന്ന വഴിയൊക്കെ വീഡിയോ എടുത്തങ്ങ് പോയത്. മഴയാ, നല്ല മഴയാ. കുഞ്ഞിക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ചെന്നിട്ടുമുണ്ട. മഴ വന്നതോടെ കുഞ്ഞിക്കേ മൂട് പോയി. ഇന്ന് വെയിലായിരിക്കും ഓർത്താ ഇരുന്നേ. പോയി നോക്കാം. കുഞ്ഞ് എവിടെയായിട്ടായാലും ചെല്ലുമ്പോഴേ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ പറയുള്ളൂ. നേരത്തെ കുഞ്ഞ് പറയില്ല, കാരണം അവിടെ ചെല്ലുമ്പോൾ നല്ലത് കാണുന്നതേ കുഞ്ഞ് പറയുള്ളൂ. വിലയൊക്കെ നോക്കിയിട്ടേ കുഞ്ഞി എടുക്കുള്ളൂ. വില എടുക്കുമല്ല, അവിടെ മാറ്റി വെച്ചേക്കും. എന്നാ ചേട്ടാത്തിന് അങ്ങനെയല്ല, ചേട്ടാത്തിന് അങ്ങോട്ട് കയറി അവൻ ഇഷ്ടപ്പെട്ടു എടുക്കും, വിലയും നോക്കാലോ. പെട്ടെന്ന് ഒരുപാട് പോയേക്കാം. അപ്പൊ എന്നാ നമുക്കേ അതൊക്കെ പോയിട്ട് വരാം അല്ലേ. പോയിട്ട് വരാം. അപ്പൊ ഈ മഴയൊക്കെ മാറിയിട്ടേ നമുക്ക് പോക്ക് നടക്കില്ല. അപ്പം മരമെല്ലാം വെട്ടിയോണ്ടേ മൊത്തം നല്ലപോലെ തെളിഞ്ഞല്ലേ. എങ്ങനെയുണ്ട് ഓണത്തിന് പൂക്കളം ഇടാനുള്ള പൂ നിൽക്കുന്നുണ്ടോ? പൂമരം കണ്ടോ, സെറ്റപ്പ് അല്ലേ. ശരിയാ, ഇതേന്ന് ഒന്ന് പറിച്ചോണ്ട് പോയാ പിന്നെ വേറെ അത്തപ്പൂവായിട്ട് ഇടണ്ട, ഇതിങ്ങനെ വെച്ചാ മതി. നല്ല വലിപ്പമുള്ള അല്ലേ. ഇതിപ്പോ നമ്മള് ശരിക്കും പറയാൻ വനത്തിൽ കൂടെ പോകുന്ന പോലൊക്കെ തോന്നും. വനമൊന്നുമല്ല, മുഴുവൻ ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. എസ്റ്റേറ്റ് ആണ്, ഏലം എസ്റ്റേറ്റ് ആണ് രണ്ട് സൈഡും. ഇത് നമ്മള് ബാലഗ്രാമിൽ നിന്ന് പുളിയമ്മല കയറി പോകുന്ന വഴിയാ. മഴയൊക്കെ ആയതുകൊണ്ട് മഴയും മഞ്ഞും എല്ലാം ഉണ്ട്. ഇന്നിപ്പോ ഓണത്തിന് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അല്ലല്ല, ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ട്, അത്തം കറുത്താൽ ഓണം വിളക്കുമെന്ന്. പക്ഷെ അത്തത്തിന്റെ അന്ന് വെയിലായിരുന്നു. ആണോ? ചിത്രയാക്കാം നമുക്ക്. അന്ന് ചിത്ര കറുത്ത ഓണം വെളുക്കുമെന്ന് പറയാല്ലേ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതെ, വെളുത്താ മതി. ഈ പുളിയമ്മല എപ്പോഴും ചെറിയ മഴയാണെ പോലും നല്ലപോലെ മഞ്ഞം കയറും, എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണ്. അതെ അതെ അതെ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓർക്കുന്നുണ്ടോ, രാത്രിയിലൊക്കെ വരുമ്പോഴേ ഭയങ്കര പേടിയാവുമായിരുന്നു. രാത്രിയിലൊക്കെ വരുമ്പോ ഇതിലെ വരുമ്പോഴേ പേടിയാവുമായിരുന്നു അന്ന് വരുമ്പോ. വിജനമായ സ്ഥലങ്ങളാണ്. ഈ ഒരു പുളിയമ്പല ഗണപതി പാലം മുതല് ബാലഗ്രാം അല്ല, ഏതാണ്ട് സന്യാസിയോടെ വരെ എത്തുന്ന അത്ര സ്ഥലം വേറെ വലിയ അധികം ആൾതാമസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. എന്റെ വല്ലപ്പോഴും ഒക്കെ അയലിയിലൊക്കെ ഓരോ വീടുകളുള്ളതേ ഉള്ളൂ. ഇനിയിപ്പൊ ഈ ഷെഡ് വെട്ടിയിട്ടേ ഹിന്ദിക്കാരുണ്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും. അതെ 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 അതെ. എന്നാണേലും മഴയുടെ ഒരു പ്രശ്നമെല്ലാം പോയി. മഴ ആയതുകൊണ്ട് ആ വെയിലൊക്കെ വന്നപ്പോ നല്ല ഓണമായെന്നൊരു തോന്നലായിരുന്നു. അതെ അതെ അതെ. സന്യാസിയോടെ വന്ന് നമ്മൾ കയറ്റം കയറി തീർന്നു കേട്ടോ. ഇനിയും ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല രസമാണ് കാണാൻ. രണ്ട് സൈഡും നല്ല ഫുൾ എസ്റ്റേറ്റുകളാണ്, നല്ല വൻ മരങ്ങളും ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് പുളിയമ്മലയ്ക്ക് താഴെവശമായിട്ട് വരും. ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഗണപതിപ്പാലം എന്ന് പറയും. ഗണപതിപ്പാലം പണ്ട് നാട്ടിൽ നിന്നൊക്കെ വരുമ്പം അന്യാർത്തുളവിനൊക്കെ പൊക്കോണ്ടിരുന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഗണപതിപ്പാലത്തെ വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് റോഡൊന്നും ഇല്ലായിരുന്നു, റോഡൊക്കെ വളരെ നല്ല റോഡുകളൊന്നും അല്ലായിരുന്നു, എല്ലാം പോയ വഴികളൊക്കെ ആയിരുന്നു. ചുമന്ന വഴിയാ, രണ്ട് സൈഡിലും മറ്റേ ചുമന്ന മണ്ണിന്റെ തിട്ടില. അതായത് മൺതിട്ടിലായിരുന്നു രണ്ട് സൈഡും അല്ലേ. ഇതാണ് കേട്ടോ ഈ നമ്മൾ ഗണപതിപ്പാലം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഇതാണ് ഗണപതിപ്പാലം. ഇവിടെ ഒരു പാലമുണ്ട് ചെറിയ, അതാണ് ഗണപതിപ്പാലം. കണ്ടോ ഈ ലെഫ്റ്റ് പോകുന്ന വഴിയുണ്ടോ, ഇതാണ് അന്യാർത്തുളവിലേക്ക് കയറി പോകുന്ന വഴി. പണ്ടത്തെ പഴയ വഴിയാ, അപ്പൊ നല്ല വഴിയാക്കി കേട്ടോ. മഴയൊക്കെ ആകുമ്പോഴത്തേനും മറ്റേ അപ്പടി ചെള്ളക്കകത്തോടെ അതെ 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 അതെ. ജീപ്പ് കയറി പോകുന്നോണ്ടേ എപ്പോഴും ചെള്ളയായിട്ട് കിടക്കും വഴി. ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്നു കയറി ഒക്കെ എത്ര വർഷം മുന്നേ അല്ലേ. ട്രിപ്പ് ജീപ്പ് മാത്രല്ലേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു കയറ്റം കൂടെ കയറി നിരപ്പി എന്ന് കഴിഞ്ഞാൽ പുളിയമ്മലയായി കേട്ടോ. നമ്മള് കയറ്റം കയറി തീർന്നു കേട്ടോ. കറക്റ്റ് എല്ലാ പ്രാവശ്യവും അതെ. പുളിയമ്മല വന്നു കഴിഞ്ഞാല് പുളിയമ്മലയിലെ കാലാവസ്ഥ മഴ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ്.
ചെറിയൊരു മഴ എവിടെയെങ്കിലും പെയ്താൽ പുളിയമ്മല നല്ല മഞ്ഞണിഞ്ഞ് നിൽക്കും. നല്ല അടിപൊളി, നല്ല രസമാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ല ഏലത്തോട്ടങ്ങളുള്ള ഈ പുളിയമ്മല സൈഡിലാണ് ഏലത്തോട്ടങ്ങളെല്ലാം നല്ല തോട്ടങ്ങളാണ്, അടിപൊളി തോട്ടങ്ങളാണ്. ഇവിടെ നല്ല ഇഷ്ടംപോലെ പഴയ രീതിയല്ല, ഇഷ്ടംപോലെ വീടുകളും നല്ല സൗകര്യങ്ങളായി ഇപ്പം. ഇഷ്ടംപോലെ വീടായി, നല്ല നല്ല വീടുകൾ. വല്ലപ്പോഴും വളരെ സൗകര്യങ്ങൾ കുറവല്ലായിരുന്നു. അതിലൊക്കെ ഓരോ 1-2 വീടുകളും ഇതൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം പുളിയമ്മലയൊക്കെ നല്ലപോലെ വികസിച്ചു. ഇവിടെ തന്നെ അല്ലേ ക്രൈസ്റ്റ് കോളേജൊക്കെ? കോളേജ് ഉണ്ട്, പിന്നെ ഒരു സ്കൂളുണ്ടല്ലോ, ഏതായിരുന്നു? കാർമൽ സ്കൂള്. അങ്ങനെ നല്ല സംവിധാനത്തിലേക്കായി പുളിയമ്മലയൊക്കെ. പുളിയമ്മല ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ? പുളിയമ്മലന്ന് മൂന്നാർ, നെടുങ്കണ്ടം എല്ലാം തിരിയും, കുമളിക്ക് തിരിയും, കട്ടപ്പനയ്ക്ക് തിരിയും, പിന്നെ അതുപോലെ തന്നെ കമ്പംമെട്ടിന് തിരിയും. 4 വഴിയുണ്ട് പുളിയമ്മലയും തിരിയുന്നത്. പുളിയമ്മലയിൽ നമുക്ക് വലത്തോട്ട് പോവാം. നേരത്തെ തമിഴ്ക്കാരും മലയാളികളും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ ആളായി, ഹിന്ദിക്കാരും കൂടെ ആയി. ഇപ്പം ഹിന്ദിക്കാരല്ലേ കൂടുതലും, എല്ലാം വർക്കിനെല്ലാം ഇവിടെ ജോലി ചെയ്യാനെല്ലാം ഹിന്ദിക്കാരാ കൂടുതൽ. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് കുറെ ആൾക്കാരായി. ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വരണം വൈകുന്നേരം ആകുമ്പത്തേന്. അതെ അതെ അതെ, ഭയങ്കര തിരക്കും. പുളിയമ്മല കാർമൽ സ്കൂള്, ഇതാണ് കേട്ടോ പുളിയമ്മലയിലെ കാർമൽ സ്കൂളും അതിനോടനുബന്ധിച്ച പള്ളിയെല്ലാം കൂടെയാ. നല്ല രസമാണ് ഇവിടെ കാണാൻ. നല്ല മഞ്ഞൊക്കെ കയറി നല്ല അടിപൊളിയാ. എങ്ങനെയുണ്ട്? അടിപൊളി വൈബാണോ? അടിപൊളിയാ. നമ്മുടെ എഡിറ്റർ ഉറങ്ങിപ്പോയി. ഇവിടെയൊക്കെ നല്ല അടിപൊളിയാ കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് പുളിയമ്മല കഴിഞ്ഞൊരു 1-1.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്കിനും ഈ ക്രൈസ്റ്റ് കോളേജ് എന്നും പറഞ്ഞ കോളേജൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇത്ര ഒരു ഏരിയയിൽ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് നല്ല തിക്കായിട്ട് മഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി കോട കയറി നിൽക്കുക അല്ലേ? ഈ ഭാഗം ഏറ്റവും ടോപ്പ് ഹൈറ്റ് അല്ലേ? അതായത് കട്ടപ്പനയിൽ നിന്ന് വരുമ്പോഴും ഏറ്റവും ടോപ്പ് ഭാഗം ഇവിടെ വരുന്നത്. അതുകൊണ്ട് നല്ല എപ്പോഴും മഞ്ഞായിരിക്കും. ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്ത് വരുമ്പോഴേ ഉള്ളു ഇവിടെ ഒരു ശാലം തെളിച്ചൊക്കെ ഉള്ളു അല്ലേ? കാണുന്ന ക്രൈസ്റ്റ് കോളേജിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ. കോളേജിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഓണാഘോഷത്തിനുള്ള പരിപാടികളൊക്കെയാ. ആഘോഷ പരിപാടി. നല്ല കോളേജ് കേട്ടോ. മഞ്ഞും മഴയും എല്ലാരും കൊടയൊക്കെ ചൂടി പോകുന്ന കണ്ടോ? അവിടെ ഇവിടെ ഏറ്റവും കട്ട മഞ്ഞ് അല്ലേ? പണ്ടൊക്കെ എല്ലാ വണ്ടിക്കും മഞ്ഞ ലൈറ്റ് വെക്കുമായിരുന്നേ. ജീപ്പിനൊക്കെ ഇവിടെയുള്ള വണ്ടികൾക്കെല്ലാം മഞ്ഞ ലൈറ്റ് വെക്കുമായിരുന്നു. രാത്രിയിലൊക്കെ വരുമ്പോൾ മഞ്ഞ് കാരണം വഴി കാണത്തില്ലെങ്കിൽ മഞ്ഞ ലൈറ്റ് ഒക്കെ ഇട്ടോണ്ടാണ് വരുന്നത്. ഈ ഹൈ റേഞ്ചിലുള്ള വണ്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ മഞ്ഞ ലൈറ്റ് ഒന്നും ഇല്ല, എന്നാലും മഞ്ഞുണ്ട്. ആവശ്യത്തിനല്ല, ആവശ്യത്തിന് മിച്ചം മഞ്ഞ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കാലാവസ്ഥ വന്നൊരു മാറ്റം. കുഞ്ഞി ഉറങ്ങിയോ? കുഞ്ഞി ഉറങ്ങിപ്പോയി. ആണോ? കുഞ്ഞിക്ക് 3-4 ദിവസത്തെ ക്ഷീണം എല്ലാം കൂടെ ഉണ്ട്. മഞ്ഞും തണുപ്പും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് കുഞ്ഞി ഉറങ്ങിപ്പോയി. അതെ. നിനക്ക് ഉറക്കം വരുന്നില്ലടാ ക്യാമറമാനെ? ഇല്ലേ? നിനക്ക് അല്ലേലും ഉറക്കമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ സൈഡിൽ നല്ല വെള്ള പൂ നിന്ന് കണ്ടോടാ. അടിപൊളി. നല്ല നിറച്ച് ഈ പുളിയമ്മല സൈഡിൽ അത് എപ്പോഴും നല്ല പൂക്കളുണ്ടേ, നല്ല കളറും തണുപ്പുള്ളതാണ്. ശരിക്കും ഹൈ റേഞ്ചിലെ കാലാവസ്ഥ അല്ലേ? അതെ. ഇനിയിപ്പോ ലോ റേഞ്ചിലേക്ക് പോണോ? എന്തമ്മേ, നാട്ടിലോട്ട് പോണോ? വേണ്ടേ? ഏപ്രിൽ മെയ് മാസം ഒന്നും പോകാൻ പോലും പറ്റത്തില്ല അങ്ങോട്ട്. എന്റെ അമ്മോ, ഇവിടെ തന്നെ വെയിൽ തെളിഞ്ഞപ്പോ എന്നാ ചൂടായിരുന്നു. പക്ഷെ മഴയായി കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ കാലാവസ്ഥ ഒരുമാതിരി ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. അവിടെ കാറ്റ് കൂടുതലാ, അതാ പ്രശ്നം. അതെ അതെ. ഇവിടെയൊക്കെ എല്ലാം മഴയായി കഴിയുമ്പോഴത്തേക്കിനും ഈ റോഡ് മുഴുവൻ നശിച്ചു പോവുക. ഈ വഴിയെല്ലാം റോഡെല്ലാം വെള്ളം ഒഴുകിയിട്ടൊക്കെ കറക്റ്റ് മെയിൻ്റനൻസ് ഒന്നും ആവുന്നില്ല. അതെ, അതുകൊണ്ടൊക്കെയാ. വഴി സൈഡിൽ കൂടി ഇഷ്ടം പോലെ പൂവുണ്ട്. നമുക്ക് കുറച്ച് പൂ പറിച്ചോണ്ട് പോകായിരുന്നല്ലേ നാളത്തേന്. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറിക്കാം. ഇതല്ലേ പോലീസ് വളവ്?
മഞ്ഞ് പോകുന്ന വഴി മഞ്ഞില്ലെന്നുള്ള അക്കരെ ഭാഗത്ത് ഭയങ്കര മഞ്ഞ. ഇവിടെ കുഴപ്പമില്ല. ഇപ്പം ഇവിടുന്ന് ഇപ്പം അതോരോ കാറ്റിനനുസരിച്ച് മഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. കൊള്ളാം. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണോടി. ഓണമാകുമ്പത്തേന് വെയിൽ വന്നാൽ എന്നെ ചെയ്യും, ഓടിപ്പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. ആ അത് ശരിയാ. എന്നാ പിന്നെ പോയി എടുത്തേക്കാം അല്ലേ. ആ കാണുന്ന കേട്ടോ കുന്തളംപാറ മല, കുന്തളംപാറ എന്ന് പറയും. പക്ഷെ അവിടെ എല്ലാം മഞ്ഞ് കയറി മൊത്തം മൂടി കിടക്കുക. അങ്ങനെ നമ്മള് പുളിയമ്മലയിൽ നിന്ന് മലയെല്ലാം ഇറങ്ങി കട്ടപ്പനയുടെ താഴ്വാരത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. കട്ടപ്പന, ഇതാണ് പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലം. പാറക്കടവ്. ഈ ലെഫ്റ്റ് പോകുന്നത് ബൈപ്പാസാണ് കേട്ടോ. ആ അവിടെ ഉണ്ട് പാറക്കടവ്. ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കട്ടപ്പന വലിയ തിരക്കൊന്നുമില്ല. ആ വൈകുന്നേരമൊക്കെ ആവുമായിരിക്കും. മഴയുടെ ഒരു പ്രശ്നവും കാണും. ഞങ്ങൾ കട്ടപ്പനയൊക്കെ പോയിട്ട് കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. തിരിച്ചു പോവാ. കണ്ടോ നല്ല കട്ട മഞ്ഞ് ഓടി ഓടി പോകുന്ന കണ്ടോ. കണ്ടോ അങ്ങനെയുണ്ട്. കാറ്റടിക്കുമ്പോൾ മഞ്ഞ് മാറി മാറി പോകുന്നതാണ്. ഇതാണ് കോടമഞ്ഞ്. ഉണ്ടോ കട്ടപ്പനയിലെ കോടമഞ്ഞ്. നമ്മൾ ഇന്ന് കട്ടപ്പനയൊക്കെ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഓണത്തിനുള്ള സാധാരണ ഉത്രാടത്തിൻ്റെ അന്നാണ് പോയി എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവരെല്ലാം നേരത്തെ പോകണമെന്ന് പറയും. നമ്മളത് താമസിപ്പിച്ച് അവസാനം ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ചെല്ലും. കുറെ നേരം കഴിയുമ്പോഴത്തേക്കിനും ഇവർ പറയും. അല്ല അന്നേരം ചെല്ലുമ്പോ ഉണ്ടല്ലോ കടയിലെല്ലാം ഇങ്ങനെ വലിച്ചു വാരി കൂട്ടിയിട്ടേക്കുവേ. ആ ടേബിള് ഫുള്ള് തുണിയായിരിക്കും. നമുക്കൊരു ചുരിദാർ കിട്ടിയ അതിന്റെ പാൻറ് കാണുമല്ല, ഷാള് കാണുമല്ല, പകുതി സാധനങ്ങളെ കിട്ടുള്ളൂ. കടയിൽ നിൽക്കുന്നവരും മടുത്തായിരിക്കും നിൽക്കുന്നത്. ആ അവസ്ഥയല്ല മിക്കവാറും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഏതായാലും നേരത്തെ പോകാന്ന് വെച്ചു. ഇന്ന് പോയി. അതുകൊണ്ട് ഇന്ന് പോയി നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു അത്യാവശ്യം. എന്നിട്ടും ആൾക്കാർക്ക് ഞങ്ങള് പുരുഷ ജനങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു. നിങ്ങളെടുത്തോ. നിങ്ങളിപ്പോ നോക്കിയിട്ട് ഇഷ്ടപ്പെടാനും നമ്മളെ കുഴപ്പമല്ലല്ലോ. ഇല്ലായിരുന്നു. അടുത്ത കട കയറാന്ന് പറഞ്ഞപ്പോ എനിക്ക് സമയമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്നറിയോ, ഞങ്ങൾ ആ 3 പേര് ആണുങ്ങൾ, 4 പേര് 5 പേർക്കുള്ള ആണുങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തു. ഒരു പരാതിയില്ലായിരുന്നു. അവിടെ നിന്ന് കിട്ടിയതിനകത്ത് കൊള്ളാതെ നോക്കി നമ്മൾ എടുത്തു. നിങ്ങൾക്ക് ആ ഒരു കടയെ മൊത്തം നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. നമ്മുടെ എന്നാണ് ഇനി നിങ്ങൾക്കുള്ളത് നിങ്ങളെ രാവിലെ വിട്ടേക്കാം. നിങ്ങൾ എപ്പോഴും പോയിട്ട് എടുത്തോണ്ട് വന്നാൽ മതി. ഞങ്ങൾക്കും അതാ ഇഷ്ടം. അതെല്ലേ. കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ പോയിട്ട് നിങ്ങൾ കട്ടപ്പന 15 കടയിലും കണ്ട് കയറിയെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കടയിൽ ചെന്നിട്ടേ അവര് അവിടെ നിൽക്കുന്ന ജോലിക്കാർ നമ്മളെ ഗവനിച്ചു പോലും ഇല്ലല്ലോ. കാര്യം അവര് മടുത്തു. അത് ശരിയാണ്. വില പറയാൻ പറഞ്ഞിട്ട് പോലും ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാല് ഇതെല്ലായിടത്തും പറ്റുന്നൊരു കുഴപ്പമാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു പരിപാടി ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാധനം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റിയില്ല. അത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെതായ പരിമിതികളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കിട്ടാത്ത ആൾക്കാർ സദയം ക്ഷമിക്കണം. കുറേ പേർക്ക് കിട്ടാത്തതുണ്ട്. ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നമുക്ക് കുറേ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട്, നോക്കാൻ പറ്റാതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ശർക്കര വരട്ടിയും ഉപ്പേരിയും ചക്ക ചിപ്സും ഒക്കെ ഉണ്ടാക്കിയത്. ചക്ക ചിപ്സിനൊക്കെ എത്ര ആണേലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യം വന്ന ഓർഡറുകളെല്ലാം കൊടുത്തു. കുറേ പേർക്ക് അത് കഴിഞ്ഞ് വന്നവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. കാരണം ചക്ക തീർന്നു പോയി. അതുപോലെ തന്നെ നമ്മളൊരു 10 ചക്ക പറിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 4 എണ്ണം കൊള്ളത്തില്ലാത്തതായിരിക്കും. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പെറുക്കിയൊക്കെ ഒരുക്കിയൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മളൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് പോലൊന്നും അങ്ങനൊന്നും അല്ലല്ലോ. നമ്മൾ ഈ 2-3 പേര് ഇരുന്ന് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയല്ലേ. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് നമ്മളുണ്ടാക്കുന്ന ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്നാണ് ഒത്തിരി പേര് വെളിച്ചെണ്ണയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പാം ഓയിലൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ആ പരിപാടി നിർത്തി. കാരണം വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ മില്ലിൽ നിന്ന് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ നോക്കിയിട്ട് അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ആവറേജ് നമ്മളിപ്പോൾ എടുക്കുന്നതിന് ഏതാണ്ട് 1 ലിറ്ററിന് 500 രൂപ വില കൊടുത്തിട്ടാണ് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നത്. പല സ്ഥലത്തും പല വിലയായിരിക്കും. എന്നാലും ഇവിടെ ആവറേജ് ആ വിലയാകുന്നുണ്ട്. അപ്പം നമ്മളിത് വരുമ്പോഴത്തേക്കിനും അതിനകത്ത് നമുക്ക് വരുന്ന കഷ്ടപ്പാടും നമ്മുടെ
ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ചിലവൊക്കെ കൂടെ നോക്കിയിട്ട് ഒരു ആവറേജ് വിലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലർ വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്, ചിലർ വില കുറവാണെന്ന് പറയുന്നുണ്ട്. നല്ല സാധനമാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വിലക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിലിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ആകപ്പാടെ ഇനിയും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്ക വറുത്തതും പിന്നെ ശർക്കര വരട്ടിയും ഈ കാണുന്ന ഏലക്ക, കുരുമുളക്, ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിൽ റെഡി ഉള്ളത്. ഈ കുരുമുളക് ഏലക്കായും ഒക്കെ നമ്മൾ തന്നെ ഇവിടെ അടുത്തുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് തിരിഞ്ഞ് നല്ലതാക്കി എടുത്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏലക്കാടും കുരുമുളകിൻ്റെയൊക്കെ ഡെയിലി പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പറ്റുന്നത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നല്ലൊരു സംരംഭമാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യമുണ്ട്. പിന്നെ കുറേ പേര് ഓർഡർ തന്നവർക്ക് ഈ പല പല സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പം ചിലപ്പോൾ ചക്ക ചിപ്സ് നമ്മുടെ ഈ കാണത്തില്ല, മറ്റ് ഉണ്ടായി വന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 ഐറ്റം നമ്മുടെ ചിലപ്പോൾ കാണും സ്റ്റോക്ക് നമ്മൾ വെച്ചേക്കുന്ന. വാഴക്ക ഉപ്പേരി കാണും, ശർക്കര വരട്ടി കാണും, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചക്ക മാത്രം ചിലപ്പോൾ അത് കിട്ടിയില്ലെന്ന് വരും നമ്മൾ. അതുകൊണ്ട് അത് കിട്ടാത്ത ആൾക്കാർ അതെ. അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാക്കി നോക്കണ്ടേ. ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഉണ്ടാക്കി നോക്കാം. ഇന്ന് 85 രൂപയ്ക്കാണ് തേങ്ങയ്ക്ക് വാങ്ങിച്ചത്. അപ്പം 85 രൂപയുടെ തേങ്ങ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഇത്ര നാളും തന്ന സാധനങ്ങൾ കിട്ടിയ ആൾക്കാർ കുറേ പേര്, ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് വിളിച്ച് പറഞ്ഞു നല്ല സാധനമായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ പറഞ്ഞു നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നതിന് വില കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വില കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്യൂർ വെളിച്ചെണ്ണ മാത്രം നല്ലപോലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇതുകൊണ്ട് നമ്മുടെ പണിക്കൂലി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേര് നല്ല രീതിയിൽ ചെയ്തു, നമ്മളുമായിട്ട് സഹകരിച്ചു. കുറച്ച് 1-2 പേര് സാധനം കിട്ടാത്തതിനൊക്കെ പരിഭവം പറഞ്ഞു. അതിന് കിട്ടാത്ത ആൾക്കാരോട് ക്ഷമ ചോദിക്കുന്നു. കാരണം നമുക്കത് തരാൻ പറ്റിയില്ല. കാരണം ചക്ക ചിപ്സാണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചത്. അത് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങ് തുടങ്ങിയതാ. ഇതെല്ലാം പെട്ടെന്ന് ഓർഡർ വന്നു, അപ്പൊ കിട്ടിയ സാധനം എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ഇരുന്നുണ്ടാക്കി. ആ ഒരു സമയത്തിന്റെ കുറവും പിന്നെ ഓടാൻ ഇത്ര എല്ലാരും അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടു. 5 പേര്. കിട്ടാത്ത ആൾക്കാരൊക്കെ സദയം നമ്മളോട് ക്ഷമിക്കുക. ഇനി നമ്മളൊരു നല്ലൊരു രീതിയിലേക്ക് ഒരു പ്രസ്ഥാനമൊക്കെ ആയി വരുമ്പോൾ എല്ലാവർക്കും തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുരുമുളക് ഏലക്കായൊക്കെ ഉണ്ട്, ഏലക്കായും ഒക്കെ ഉണ്ട്. ചിപ്സും അതൊക്കെ ഏത് സമയത്തും കൊടുക്കാം. ചക്ക വറുത്തത് മാത്രമേ ഉള്ളൂ ഇല്ലാതെ വരുന്നത്. അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ പരിഭവം പറഞ്ഞവരോട് വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.